ചെകുത്താൻ ചെകുത്താൻ ഒരു ചെകുത്താനല്ല, ചെകുത്താൻ ഒരു മാലാഖയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. നമ്മുടെ ബാല എലിസബത്ത് വിഷയത്തിൽ ചെകുത്താൻ ഭയങ്കര എഫേർട്ടാണ് ഇട്ടിരിക്കുന്നത്. അദ്ദേഹം ക്യാമ്പയിനൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സുഹൃത്തുമായിട്ടിരുന്നുകൊണ്ട് എലിസബത്തിന് സപ്പോർട്ടായിട്ട്. അതോടൊപ്പം തന്നെ അടുത്ത ചെന്നൈയിലേക്ക് പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെന്നൈയിൽ നിന്നും ഒക്കെ അദ്ദേഹം വീഡിയോ ഇടുന്നു തോന്നുന്നു. അതോടൊപ്പം തന്നെ പല രീതികളിലും അദ്ദേഹം ഒരു ക്യാമ്പയിനായിട്ട് സേവ് എലിസബത്ത് എന്ന് പറഞ്ഞ, ഹെൽപ്പ് എലിസബത്ത് എന്ന് പറഞ്ഞ, സേവ് എലിസബത്ത് അല്ലെങ്കിൽ ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് പറഞ്ഞ #ൽ ഒരു ക്യാമ്പയിനായിട്ട് തന്നെ ചെകുത്താൻ അത് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. കാരണം എനിക്ക് തോന്നുന്നു വേറെ ആർക്കും തന്നെ എലിസബത്ത് ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല, ഒരു പബ്ലിക്കിനും കൊടുത്തിട്ടില്ല, ഒരു വാർത്താ ചാനലിനും കൊടുത്തിട്ടില്ല. അവരവരുടെ ചാനലിൽ നിന്ന് വരുന്ന അപ്പാർട്ട് ഫ്രം ഈ പറയുന്ന ചെകുത്താൻ എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസറിന് ഒഴിച്ചാൽ ബാക്കി ആർക്കും തന്നെ അവർ നേരിട്ട് ഒരു സംസാരിച്ചു. അത് കേട്ട ചെകുത്താൻ ഇത്രയൊക്കെ അത് ഹേർട്ട് ചെയ്യണമെങ്കിൽ അവരുടെ ആ ഒരു അനുഭവ കഥകൾ അല്ലെങ്കിൽ അനുഭവം എത്രമാത്രം ടച്ചിങ് ആയിരിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്രയും കാലം വേറെ കുറേ പരിപാടികൾക്ക് ചെയ്ത ആൾക്കാരുടെ വെറുപ്പ് മേടിച്ചിരുന്ന ചെകുത്താൻ ഇന്ന് എലിസബത്തിന് വേണ്ടി ക്യാമ്പയിൻ ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ അവരനുഭവിക്കുന്ന ട്രോമ അതിഭീകരമാണെന്നാണ് തെളിയിച്ചിരിക്കുന്നത്. കാരണം എലിസബത്തിന് സ്വയം ഈ ട്രോമയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു കൂട്ടായ്മയോടുകൂടി ചേർന്ന് അവരെ ഒന്ന് ചേർന്ന് പിടിച്ചു നിർത്തിക്കൊണ്ട് ഈ ബാല നൽകിയ ഹരാസ്മെൻറ്റിൽ നിന്നും ഷോക്കിൽ നിന്നും ഒരു ട്രോമയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് ചെകുത്താൻ അതിനു വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്നു. അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. അല്ലേ പൗർണമി? തീർച്ചയായും. ഇപ്പോൾ ഈ ചെകുത്താൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ പറയുന്ന പോലുള്ള ഒത്തിരി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എലിസബത്തിന് വേണ്ടി. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പലരും അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നവരടക്കം ചോദിക്കുന്നുണ്ടല്ലോ എലിസബത്ത് എന്തുകൊണ്ടാണ് പോലീസിൽ പരാതിപ്പെടാത്തത് എന്ന്, പോലീസിൽ പരാതിപ്പെട്ടുകൂടെ എന്നൊക്കെയുള്ള അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് പോലീസിൽ പരാതി കൊടുത്തില്ലെങ്കിൽ പോലും പോലീസിന് സ്വമേധയാ കേസെടുക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ അതിനുള്ള റൈറ്റ് ഉണ്ട്. അത് പൂർണ്ണമായിട്ടും യോജിക്കുന്നു, അതിന് പറ്റും. കാരണം സ്വന്തം അനുഭവം തന്നെയാണ് അദ്ദേഹം എക്സാമ്പിളായിട്ട് പറഞ്ഞത്. അതായത് അദ്ദേഹത്തിനെതിരെയുള്ള കേസിൽ ഇതുപോലെ ഒരു സംഘടന, ഒരു വ്യക്തിയോ ഒരു സംഘടനയോ ആർക്ക് വേണമെങ്കിലും ഇതിനെതിരെ പരാതി കൊടുക്കുക. ഇനി ഇതൊന്നും ഇല്ല എങ്കിൽ പോലും ഇപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞത് സഞ്ജു ടെക്കിയുടെ കാര്യമാണ്. അത് നമുക്കറിയാം, മീഡിയ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ. ആക്ച്വലി സഞ്ജു ടെക്കി അത് ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്തത്, എങ്കിൽ പോലും സ്വമേധയാ കേസ് എടുക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും വെളിപ്പെടുത്തലുകൾ നടത്തിയ പശ്ചാത്തലത്തിൽ സ്വമേധയാ കേസ് എടുക്കാമായിരുന്നു. പക്ഷേ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് നമ്മളാണെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു മെയിൻ സ്ട്രീം ചാനലുകളൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം 1-2 ചാനലുകളുടെ കാർഡ്സ് ഞാൻ കാണാനിടയായി, എലിസബത്ത് പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അപ്പോഴും മറ്റൊരു നടപടിയിലേക്ക് ഇത് കടക്കുന്നില്ല. ഇപ്പോഴും എലിസബത്ത് ത്രൂ ഔട്ട്, അതായത് ഇത്രയെല്ലാം ആ കുട്ടി പറഞ്ഞിട്ടും അതിന് പറഞ്ഞു തീരുന്നില്ല. അതിന് മാത്രം സംഭവങ്ങൾ ഇനിയുമുണ്ട്. പേടിച്ച് കഴിയുമ്പോൾ പോലും നാളെ തൻ്റെ സൗണ്ട് പുറത്തേക്ക് എത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് അവർ ഇത്രയും കാര്യമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ബാല എന്ന് പറയുന്ന വ്യക്തി, ഈ ചാരിറ്റി ആണല്ലോ പുള്ളി. ഞാൻ എലിസബത്ത് തന്നെ പറയുന്നു, ഞാൻ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നു, ഒരുപാട് പേരെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേരെ ഞാൻ സഹായിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും എലിസബത്ത് പറയുന്നു ഈ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് എവിടെ നിന്നാണ് പണം വരുന്നത്. അതായത് ഈ എപ്പോഴും പറയുന്നുണ്ട്, ശാരിക എപ്പോഴും പറയുന്നല്ലോ 250 കോടി എൻ്റെ കയ്യിൽ അടുക്കി വെച്ചിട്ട് ഞാൻ അതിൽ നിന്നെടുത്ത് പഠിപ്പിക്കുകയാണോ? പക്ഷെ അല്ല, എലിസബത്ത് പറയുന്നത് ഈ വ്യക്തിക്ക് പല ആളുകളുമായിട്ട് കണക്ഷൻ ഉണ്ട്, ബന്ധമുണ്ട്, ഈ ബന്ധങ്ങളിൽ നിന്നൊക്കെ പൈസ കിട്ടുന്നുണ്ട്, ഈ പൈസയൊക്കെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഈവൻ എലിസബത്ത് പോലും ഒരു സമയത്ത് ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഇദ്ദേഹം കാണിച്ച ഗൂഗിൾ പേ നമ്പറിലേക്ക് പൈസ അല്ലെങ്കിൽ പണം, ഒരുപാട് വലിയ തുകയൊന്നുമല്ല, പണം അടച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ, എങ്ങനെയാണ് എലിസബത്തിനെ പോലെ ഒരു ജെന്യുവൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും നിഷ്കളങ്കമായ ഒരു യുവതി ഇതുപോലെയുള്ള ഒരാളുടെ കയ്യിൽ ചെന്ന് പെട്ടത്? എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിനർത്ഥം എന്തായിരിക്കും ശരിക്കും? അത്രയും കണ്ണിങ് ആയിട്ട് ഒരാളെ വീഴ്ത്താനുള്ളൊരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അതുമായിട്ടുള്ള ഒരു പ്ലോട്ട് പുള്ളി കൃത്യമായി പ്ലാൻ ചെയ്തിട്ടില്ലേ? യഥാർത്ഥത്തിൽ ഈവൻ ഒഫീഷ്യലി മാരേജ് പോലും ചെയ്തിട്ടില്ല, എന്നിട്ട് പോലും എലിസബത്ത് എന്ന ഡോക്ടറെ അല്ലെങ്കിൽ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളെ ആ രീതിയിൽ പുള്ളിക്ക് കൊണ്ടുവരാൻ പറ്റും എങ്കിൽ പുള്ളിയുടെ നോളജോ അല്ലെങ്കിൽ പുള്ളി ഉദ്ദേശിക്കുന്ന രീതിയോ പുള്ളി ചിന്തിക്കുന്ന രീതിയോ അല്ലെങ്കിൽ പുള്ളി വരച്ചു വെച്ചേക്കുന്ന വരയോ എത്ര വലുതായിരിക്കും. പുള്ളി വെറും പക്കാ ലോക്കൽ എന്നൊക്കെ പറഞ്ഞല്ലോ, വെറും കൂതറയാണ് എന്ന് പറയുന്ന പോലെ അങ്ങനെ അതിൽ ഏതറ്റം വരെയും പെണ്ണുങ്ങളെ വീഴ്ത്താൻ ഏതറ്റം വരെയും എന്ത് കളിയും കളിക്കാൻ മടിയില്ലാത്ത മനുഷ്യനാണെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എലിസബത്തിനെ വീഴ്ത്തി. എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം എലിസബത്ത് ഒരു സാധാരണ ഫാമിലി അല്ല, അത്യാവശ്യം നല്ല നോളജുള്ള, അത്യാവശ്യം നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു മകളാണ്. അവർ നന്നായിട്ട് പഠിക്കുമായിരുന്നു, അതോടൊപ്പം തന്നെ അവർ ഡോക്ടറായിരുന്നു.
ഇത്രയൊക്കെ ഇന്റലിജന്റ് ആണ്. അപ്പോൾ ഇന്റലിജൻസിന് പ്രത്യേകിച്ച് വേറെ കാരണമൊന്നും വേണം. ഒരു ഡോക്ടറായിരുന്നു ആ സമയത്ത്, ഒരു ഹൗസ് സർജൻസി ചെയ്യുന്ന സമയം. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇയാൾ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ ഇയാൾ പറഞ്ഞ ഈ പൊട്ട കഥകൾ കേട്ട് കൺവിൻസിങ് ആയിട്ട് ഇവൻ ഒഫീഷ്യലി രജിസ്റ്റർ പോലും, ഒരു ഹിന്ദു മാരേജോ ആക്ട് പ്രകാരം രജിസ്റ്റർ പോലും ചെയ്യാതെ അയാളുടെ കൂട്ടത്തിൽ കഴിയാൻ കാണിച്ച എലിസബത്തിന്റെ മനസ്സോ ബുദ്ധിയോ ആ സമയത്ത് എന്ത് സംഭവിച്ചിരിക്കുന്ന എലിസബത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അത് എലിസബത്ത് പിന്നീട് ഇനി വരും ദിവസങ്ങളിൽ അവരുടെ ചാനലിൽ നിന്ന് അതും ചിലപ്പോൾ അങ്ങനെ പോകാനുള്ളൊരു സാഹചര്യത്തെക്കുറിച്ചൊരു കാര്യം പറയുമെന്നാണ് ഞാനും വിശ്വസിക്കുന്നത് പൗർണമി. അതോടൊപ്പം തന്നെ ഇപ്പോൾ വേറൊരു സംഭവം കൂടെ ചാടി വന്നിട്ടുണ്ട്. അതായത് എലിസബത്തിനെ കുറ്റക്കാരിയാക്കാൻ വേണ്ടിയിട്ട് ബാലയുടെ ഡോണർ, ബാല കരൾ രോഗബാധിതനായിട്ട് മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞാണല്ലോ ഹോസ്പിറ്റലിൽ കടത്തി അഡ്മിറ്റ് ആവുകയും കരൾ മാറ്റിവെക്കുകയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ ബാലയ്ക്ക് കരൾ കൊടുത്ത മഹാനായ മിസ്റ്റർ ജോസഫ്, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പേര് ജോസഫ് എന്നാണ്, ജേക്കബ് അല്ലേ, ജേക്കബ് ജോസഫ്. അതെ അതെ, ഓക്കെ. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും നമ്മളും ഈ പറഞ്ഞ പ്രേക്ഷകരും കേരളീയരും എല്ലാവരും ആദ്യമായിട്ടാണ് പുള്ളിക്കാരനെ കാണുന്നത്. പുള്ളിക്കാരൻ പറയുന്നത് പകുതിയിലധികം തിരിയുന്നില്ല ഒന്നാമത്തെ കാര്യം. പക്ഷേ പുള്ളിക്കാരനും ബാലയൊക്കെ ആയിട്ടിരുന്ന ആഹാരം പങ്കുവയ്ക്കുന്ന ആ ഒരു ഹോസ്പിറ്റൽ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയും മറ്റു കാര്യങ്ങളും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം അവിടെ നിന്ന് പറയുന്നുണ്ട്, കുറച്ച് ദിവസമായിട്ട് എലിസബത്ത് ഈ ബാലയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്. ഇത്രയും ദിവസം അദ്ദേഹം അനങ്ങിയിട്ടില്ല. എലിസബത്ത് ഏതാണ്ട് 1.5 മാസമായി ഈ ബാലയെക്കുറിച്ച് അലിഗേഷൻസ് പറയാൻ തുടങ്ങിയത്. അപ്പോൾ ഈ കരൾ മാറ്റിവെച്ചതിൻ്റെ പേരിൽ ഞാൻ ഒരിക്കലും കരൾ മാറ്റിവെച്ചത് ഒരിക്കലും പൈസയ്ക്ക് വേണ്ടിയല്ല. എനിക്ക് 1 രൂപ പോലും ബാല പൈസയായിട്ട് തന്നിട്ടില്ല. പക്ഷേ ബാലചേട്ടൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷെ ഞാനിതൊന്നും ചെയ്യുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, അല്ലെങ്കിൽ ഞാനിതൊന്നും ചെയ്യുന്ന ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലോ എന്ന് അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇതിനോടനുബന്ധിച്ച് ബാലയുടെ ഒരു വീഡിയോയും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും ഒരാൾ സ്വമേധയാ എന്തെങ്കിലും ഒരാളുടെ ജീവൻ നിലനിർത്താൻ സഹായിക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾ ഒരിക്കലും കളിയാക്കരുത്. പ്രത്യേകിച്ച് മടക്കാൽ ഫീൽഡിൽ നിന്നുള്ള ഒരാളാണെങ്കിൽ ഇറ്റ്സ് എ ക്രൈം എന്ന് കോര ഇന്നലത്തെ ഒരു വീഡിയോയിൽ ബാല കിടന്ന് പറയുന്നത്. പക്ഷേ ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി ഇത് ബാലയുടെ അഭിനയമാണ്. ബാല പറഞ്ഞിട്ട് തന്നെയാണ് ഈ പറയപ്പെടുന്ന കരൾ ഡോണർ കൊണ്ടുവന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്തെന്ന്. അതിനകത്ത് പച്ചവെള്ളം അല്ലെങ്കിൽ വേണ്ട അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും അത് വ്യക്തമാണ്. കാരണം അത് ശരിക്കും എല്ലാം സ്ക്രിപ്റ്റഡ് ആണ്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും സ്ക്രിപ്റ്റഡ് ആണ്. അതോടൊപ്പം തന്നെ പൗർണമി പറഞ്ഞതുപോലെ ഈ ചാരിറ്റി എന്ന് പറഞ്ഞ സാധനം, ഇത്രയും ദുഷ്ടനായ ഒരാൾക്ക് ഒരിക്കലും ചാരിറ്റി ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മളെപ്പോഴും കാണാറുണ്ട് ഒരുപാട് പൈസകൾ ഉള്ള ആൾക്കാർ, ഈ പറഞ്ഞ മോൻസൺ മാവുങ്കലും ഒക്കെ ചാരിറ്റി ഒരുപാട് ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും അദ്ദേഹത്തിൻ്റെ അധ്വാനിച്ച പണമായിരുന്നില്ല. അതൊക്കെ കള്ളപ്പണങ്ങളായിരുന്നു. അതൊക്കെ അവനെ കൊടുക്കാം ആർക്കും. നമ്മൾ അധ്വാനിക്കുന്ന ഓരോ പണവും ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കും, ഇത് ഞാൻ അധ്വാനിച്ച് കിട്ടിയ 100 രൂപയാണ്. അതിനകത്ത് ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മളൊന്ന് ചവിട്ടും, ഇത് കൊടുക്കുന്ന എൻ്റെ വിയർപ്പിൻ്റെ ഫലമാണ്. അത് ആ പൂർണ്ണ മനസ്സോടെ കൊടുക്കുമ്പോഴാണ് ദാനധർമ്മമാകുന്നത്. മറിച്ച് നമുക്ക് കള്ളപ്പണം ഇഷ്ടംപോലെ കിട്ടും, നമ്മുടെ അധ്വാനവും വിയർപ്പൊന്നും അതിനകത്തില്ല. അത് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും നമുക്ക് ദാനം ചെയ്യാം. 100 കോടിയോ 50 കോടിയോ 10 ലക്ഷമോ 1 ലക്ഷമോ ഒക്കെ ദാനം ചെയ്യാൻ ഒരു വിഷയമില്ല. അത് തന്നെയാണ് ബാല ഇവിടെ ചെയ്യുന്നതെന്നാണ് എലിസബത്ത് ആരോപിക്കുന്നത്. കാരണം ഈ ചാരിറ്റിയുടെ പേരിൽ ഇതൊന്നും, ഈ 250 കോടി എന്ന് പറയുന്നത് ബാലയുടെ കാശല്ല. ഇതൊക്കെ പലയിടത്തുനിന്നായിട്ട് ഇദ്ദേഹത്തിലേക്ക് വരുന്നതാണ്. ഇയാളുടെ ഈ ഒരു വൃത്തികെട്ട സ്വഭാവം കാരണം ഇവരായിട്ടൊക്കെ ഉടക്കിയത് കൊണ്ട് തന്നെ ഫണ്ടിങ് ഒന്നും പലതായിട്ട് ഇപ്പം നടക്കുന്നില്ല. പിന്നെ ഇതുപോലെ ഈ കരൾ ഡോണർ കൊടുത്തത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ അവയവദാന കച്ചവടം കുറ്റകരമാണ്, ക്രിമിനൽ ഒഫൻസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു അവയവം ഒരാൾക്ക് നമുക്ക് ഇഷ്ടം കൊടുക്കാം, വൃക്കയായാലും കരളായാലും നമുക്ക് കൊടുക്കാം. പക്ഷെ അതൊരിക്കലും പൈസ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ലോ ആണ്. പക്ഷേ ഇവിടെ മുഴുവനും നമ്മുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലെല്ലാം ഈ നടക്കുന്നത് അവയവ കച്ചവടം തന്നെയാണ്. കോടിക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് അവയവ കച്ചവടമായിട്ട് നടക്കുന്നത്. അതിനെക്കുറിച്ച് വേറൊരു ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം പല ഇൻക്ലൂഡിങ് കേരളത്തിൽ കൊച്ചിയിൽ പല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും ചെറിയ രോഗങ്ങൾക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പല അവയവങ്ങളും മിസ്സിംഗ് ആണെന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. അതിൻ്റെ പേരിൽ സിനിമകളും കാര്യങ്ങളും ഇറങ്ങിയിട്ടൊന്നും അതൊന്നും പിന്നീട് ഒരു വിവാദത്തിലേക്ക് എത്തിക്കത്തില്ല. കാരണം വിവാദത്തിൽ എത്തിച്ചാൽ ഹോസ്പിറ്റലിൽ പൂട്ടേണ്ടി വരും. ആ അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അത് നമുക്ക് പിന്നീട് ഒരു ചർച്ചയിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. എങ്കിലും ബാലയെക്കുറിച്ച് പറയാനാണെങ്കിൽ എലിസബത്ത് പോകെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്ത് ഇറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഈ ചെകുത്താൻ ഒരു ലെവലിൽ എത്തിക്കും ഈ കാര്യം. കാരണം അദ്ദേഹം കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കിയത് ഞാൻ. എലിസബത്തിന് സംസാരിക്കുന്ന ഒരു വോയിസ് ആയിട്ട് ചെകുത്താനും മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ചാനലും അതിനുവേണ്ടി തന്നെ അദ്ദേഹം ഉപയോഗിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം എലിസബത്ത് ഈ വോയിസ് ഓവർ മാത്രമായിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന പല കാര്യങ്ങളും ഇതിനകത്ത് പേടിക്കേണ്ട പല കാര്യം. ബാല ശരിക്കും എലിസബത്തിനെ ഇപ്പോൾ പേടിക്കുന്നുണ്ട്. കാരണം എലിസബത്തിന് ഇപ്പോൾ പേടിയില്ല. എലിസബത്തിന് ഇനി ഒന്നും നോക്കാനില്ലെന്നാണ് പറയുന്നത്. കാരണം അവർ പറയുന്ന അനുഭവങ്ങൾ അതുപോലെയാണ് ഒരു സ്ത്രീ അനുഭവിക്കാന്നതിൻ്റെ അപ്പുറം. അയാൾ ഈ പറഞ്ഞ ഗായികയെ ഉപദ്രവിച്ചു, മുൻ ഭാര്യയെ ഉപദ്രവിച്ചു. അതോടൊപ്പം തന്നെ എലിസബത്തിനെ 3 സ്ത്രീകളെ അദ്ദേഹം താറുമാറാക്കി ജീവിതം. എന്നിട്ടും നാണമില്ലാതെ വലിയ കാര്യമായിട്ട് വന്നു നിന്നുകൊണ്ട് തൻ്റെ ദാനത്തെക്കുറിച്ചും അവയവദാനത്തെക്കുറിച്ചും എങ്ങനെ ഇയാൾക്ക് ഉളുപ്പ് തോന്നി വിമൻസ് ഡേ വിഷസ് കൊടുക്കാനായിട്ട്? സ്ത്രീകളോട് മുഴുവനും അട്രോസിറ്റീസ് ആണ് അയാൾ ചെയ്യുന്നത് മുഴുവനും.
എന്നിട്ട് അയാൾ ഒരു ഉളുപ്പുമില്ലാതെ വന്ന് നിന്നുകൊണ്ട് അയാൾ വിമൻസ് ഡേ വിഷസ് പറഞ്ഞിരിക്കുന്നു. സമ്മതിക്കണം അല്ലേ ബാലെ? പിന്നെ തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ എലിസബത്ത് പറഞ്ഞത് ആകെ ഇത്രയേ ഉള്ളൂ. അതായത് ഇദ്ദേഹം ഈ ഡൊണേറ്റ് ചെയ്തത് പൈസ വാങ്ങിയിട്ടുള്ള ആണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ അതിനെതിരെയാണ് ഇപ്പോൾ ഈ വന്ന് സംസാരിക്കുന്നത്. അതായത് എലിസബത്തിനെതിരെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് എന്തോ ഒന്ന് കിട്ടി, പക്ഷേ പരസ്പരം എന്തോ ഇല്ലാത്ത കാര്യങ്ങൾ വന്നു നിന്ന് ഒരു വുമൻസ് ഡേ എന്ന വിഷയോടുകൂടി തുടങ്ങുന്നു. പക്ഷേ അതിന് ആ വന്ന വീഡിയോയുടെ താഴെ വന്ന കമൻസ് മാത്രം നോക്കിയാൽ മതി നിലവിലുള്ള ബാലയുടെ ഇവിടുത്തെ സ്വീകാര്യത എത്രത്തോളം എന്നറിയാൻ, അല്ലേ? അതെ. അപ്പോൾ അതുകൊണ്ട് ഇനിയും ബാല പൊറാട്ട നാടകങ്ങൾ അവസാനിപ്പിക്കുക, താമസിയാതെ. എത്ര കാലം ഈ പറയുന്ന സാറ്റലൈറ്റ് ചാനലുകളും ഈ ഈ പറഞ്ഞ സ്വയം കേസെടുക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലെ പോലീസുകാരല്ലേ? ഒന്ന് മോശം പറഞ്ഞാൽ നമ്മളിനി പരാതി കൊടുത്തില്ലെങ്കിലും സ്വമേധയാ കേസെടുക്കും. ആ ഒരു കാലഘട്ടത്തിൽ എലിസബത്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും അത് അന്വേഷിക്കാൻ തയ്യാറാവാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയേണ്ട നിയമപാലകരാണ്. എന്ത് തന്നെയായാലും എലിസബത്തിന് നീതി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം ബാലയുടെ ഈ നാടകങ്ങൾ ഇനി നാട്ടുകാർ വിശ്വസിക്കാൻ പോകുന്നില്ല. മലയാളികൾ അരിയാഹാരം കഴിച്ച് തന്നെയാണ് ജീവിക്കുന്നതെന്ന് ബാല മനസ്സിലാക്കുക.